നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഏറെ പ്രിയങ്കരിയായ നടിയും അവതാരകയും എല്ലാമാണ് പേളി മാണി. താരത്തിന്റെ യൂട്യൂബിൽ വരുന്ന വീഡിയോ എല്ലാം നിമിഷനേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്. നേരത്തെ വിമർശനങ്ങൾ കടുത്തിരുന്നെങ്കിലും താരത്തിനുള്ള ആരാധകർക്ക് ഒരു കുറവും വന്നിട്ടില്ല. താരത്തിനും കുടുംബത്തിനും ഇന്നും ആരാധകർ ഏറെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിന്റെ രണ്ടാമത്തെ മകളായ നിറ്റാരയുടെ പിറന്നാൾ ആഘോഷം നടന്നത്. ഈ പിറന്നാൾ ആഘോഷത്തിന് എത്തിയത് സാക്ഷാൽ മഞ്ജു വാര്യരായിരുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ നിറ്റാരയുടെ പിറന്നാളിനെത്തിയതോടെ ആരാധകരും ആവേശത്തിലായി. ഇപ്പോഴത്തെ പേളി മാണി മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. നിറ്റാരയുടെ പ്രിയപ്പെട്ട പാട്ടിലെ പ്രിയപ്പെട്ട ആൾ പിറന്നാൾ ദിനത്തിൽ കാണാൻ വന്നപ്പോൾ നിറ്റാര ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ടിന്റെ ലൂപ്പിലാണ് എന്ന് അറിയുന്നവർക്ക് അറിയാം. അവളുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനമാണിതെന്ന് ഞാൻ കരുതുന്നു. മഞ്ജു വാര്യർ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ നന്ദി. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുടുംബമായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പേളി കുറിച്ചത്. മഞ്ജുവിന്റേതായി അടുത്തിടെ റിലീസ് ചെയ്ത സിനിമ വേട്ടയാലിലെ മനസ്സിലായോ എന്ന ഡാൻസ് നമ്പറാണ് നിറ്റാരയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനം. ഈ ഗാനത്തിന് തുള്ളിച്ചാടുന്ന നിറ്റാരയുടെ വീഡിയോ പേളി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. മീനാക്ഷി ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഇത്രയ്ക്കും സ്നേഹനിധിയായ ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഈ അമ്മയുടെ സ്നേഹം അറിയാത്ത മീനാക്ഷി ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. പെറ്റമ്മയോളം ഒരു പോറ്റമ്മയും വരില്ല. അവർ എത്ര സന്തോഷത്തോടെയാണ് കുഞ്ഞിനെ താലോലിക്കുന്നത്. മീനാക്ഷി കൊടുക്കാനുള്ള സ്നേഹമെല്ലാം നിറ്റാരയ്ക്ക് കൊടുത്തതുപോലെയുണ്ട്. അമ്മയ്ക്ക് പകരം വെക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. മഞ്ജുവിന്റെയും കണ്ണും മനസ്സും നിറഞ്ഞിട്ടുണ്ടാകും എന്നെല്ലാമാണ് കമന്റുകൾ. നില കുഞ്ഞായിരുന്നപ്പോഴും നിലയെ കാണാൻ പേളിയുടെ വീട്ടിലേക്ക് മഞ്ജു എത്തിയിരുന്നു. ആയിഷയിലെ കണ്ണിൽ കണ്ണിൽ പാട്ടിനായിരുന്നു നിലയുടെ ഡാൻസ്. കണ്ണിൽ കണ്ണിൽ പാട്ട് എവിടെ കേട്ടാലും അറിയാതെ തോൾ അനക്കി ചെറിയ സ്റ്റെപ്പൊക്കെ വെക്കുന്ന നിലയുടെ വീഡിയോ കണ്ട് അതുവഴി വരുമ്പോൾ നേരിൽ കാണാമെന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത്. പിന്നാലെ നിലുവിനെ നേരിൽ കാണാനെത്തുകയായിരുന്നു. നിലുവിനെ കണ്ടയുടൻ കെട്ടിപ്പിടിച്ച് ഇസ്രായേൽ സന്ദർശിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന ഒരു കുഞ്ഞു സമ്മാനവും മഞ്ജു നിലുവിന് നൽകിയിരുന്നു. തനിക്ക് വളരെ പ്രിയപ്പെട്ട കളറിലുള്ള വസ്തുവാണ് അതെന്നും അതിനാലാണ് അത് വാങ്ങിയതെന്നുമാണ് മഞ്ജു വാര്യർ പേളി സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പൊതുവെ അത്ര പെട്ടെന്ന് ആർക്കും ഹഗ് കൊടുക്കാത്ത നില മഞ്ജുവിനെ വിട്ട് മാറാതെ നിൽക്കുകയായിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ. ഇപ്പോൾ നിറ്റാരയും അതുപോലെ തന്നെ മഞ്ജുവുമായി വളരെ നല്ല കമ്പനിയിലാണ്. അതേസമയം വിടുതലൈ 2 ആണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാരനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ 2-വിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസിനാകുന്നത്. മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും. മലയാളികളുടെ ഇന്നും തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം.